ഇനി മണ്ഡലത്തിൽ നിന്നുള്ള ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇവിടെ നമുക്കൊന്നും പറയാകത്തില്ല. സ്ഥാനാർത്ഥികൾ വന്നെങ്കിൽ ഇതറിയാൻ പറ്റും. ജയിക്കുന്നത് അത് അന്നേരത്തെ ഒരു സാഹചര്യമാണ്. സ്ഥാനാർത്ഥി നമുക്ക് ആരാന്ന് ഇപ്പം പറയാൻ പറ്റത്തില്ല. അവരേക്കുള്ള ഓരോ ഉദ്ദേശങ്ങളില്ലേ, പാർട്ടിക്കാരല്ലേ അത് പറയുന്നത്, തീരുമാനിക്കുന്നത്. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രേമേന്ദ്രൻ നിൽക്കുമെന്നോ തോന്നുന്നു. പ്രേമേന്ദ്രൻ നിൽക്കുമെന്ന് തോന്നുന്നു. പ്രേമേന്ദ്രൻ നിൽക്കാം. പിന്നെ ആരാന്ന് അറിഞ്ഞൂടാ, ഇടതുപക്ഷത്തിൻ്റെ ആരാന്ന് അറിയാമല്ലോ. ഒരു പാർട്ടിയുടെ ഒപ്പും എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്താ പറയാനാ? എങ്ങനെയുണ്ട്? എന്നാലും ഇലക്ഷൻ വരുമ്പോൾ വോട്ട് പറഞ്ഞില്ലേ, അതുകൊണ്ട് അന്നത്തെ സൗകര്യം അനുസരിച്ച് ഏത് സ്ഥാനാർത്ഥി ആയിരിക്കും മത്സരം, അങ്ങനൊന്നും പറയാൻ. ഇവിടെ പ്രേമേന്ദ്രൻ തന്നെ ആയിരിക്കും. എന്താ പറയാൻ? ഇവിടെ സീറ്റ് പ്രേമേന്ദ്രൻ RSP കൊടുക്കുന്ന സീറ്റാണ്, വർഷങ്ങളുണ്ട്. അതുകൊണ്ട് പ്രേമേന്ദ്രൻ തന്നെ സീറ്റ് കൊടുക്കത്തുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ലല്ലോ അവർ ലാസ്റ്റിൽ അത് പറയുമല്ലേ. കഴിഞ്ഞതിനും അങ്ങനെ തന്നെ ആയിരുന്നു. ചെറുപ്പക്കാർ തന്നെ ആയിരിക്കും അവർ കൊടുക്കുന്ന. ആരെങ്കിലും പിടിക്കാനുള്ളതിനെ കൊടുക്കും. അഥവാ തോറ്റു കഴിഞ്ഞാൽ അവരെവിടെങ്കിലും കൊണ്ടിട്ട് ജയിപ്പിക്കുന്നില്ലേ? ഇപ്പുറത്ത് അത് നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ ബാലഗോപാൽ ഇവിടെ നിന്ന് കഴിയാനും തോറ്റ്, അയാളെ കൊട്ടാരക്കര കൊണ്ടിട്ട് ജയിപ്പിച്ചില്ലേ അവർ? അതിന് കഴിവില്ല ഇവർക്ക്. ഇവർ തന്നെ അടിച്ചു പിരിയത്തുള്ളൂ. ഈ പാർട്ടി നശിക്കുക കോൺഗ്രസ്. പിന്നെ ഒരു പ്രേമേന്ദ്രൻ അതിനകത്ത് കിടപ്പുണ്ട്.